കാലത്തിനനുസരിച്ച് മാറ്റം വേണമെന്ന് നിരന്തരമായി ഇന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ മാറണം എന്നാണ് പറയുന്നത്? ഇസ്ലാം മാറണമെന്നാണ്. അതൊരു മുൻവിധിയിൽ നിന്നുണ്ടാകുന്ന ഒരു അവകാശവാദമാണ്. അത് ഇസ്ലാം പഴഞ്ചനാണ്, പഴയതാണ്. കാലം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ പുരോഗമിക്കണില്ലേ? എന്താ ഇസ്ലാമിന് മാത്രം മാറിക്കൂടാ? അതിൻ്റെ ശരീഅത്തുമ്മെ തൊടാനയക്കൂല. അതുപോലെ തന്നെ അതിൻ്റെ നിയമങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്താ അങ്ങനെ എന്ന ഒരു ചോദ്യം ഇന്ന് സോഷ്യൽ മീഡിയകളിലും അതുപോലെ നമ്മുടെ ഒരു പുരോഗമന സമൂഹം എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്നുമൊക്കെ നിരന്തരമായി ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, അങ്ങനെ പറയുന്ന ആളുകളെ എല്ലാവരെയും നമ്മൾ ആക്ഷേപിക്കരുത്. കാരണം ചില ആളുകൾ ഇത് വിവരമില്ലാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട് പറയാണ്. കാരണം നമ്മളൊക്കെ ഇപ്പോൾ ഓരോ കടകളിൽ ജോലി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ കട നടത്തുന്ന ആൾക്കാരാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്, ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നവരാണ്, വീടുകളിൽ താമസിക്കുന്നു, വീടുണ്ടാക്കുന്നു, കോൺട്രാക്ടർ രംഗത്ത് പ്രവർത്തിക്കുന്നു, പലതും. അതുപോലെ നമ്മുടെ റോഡ്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മാറിയിട്ടുണ്ട്, എല്ലാം മാറിയിട്ടില്ലേ? ഈ ഓഡിറ്റോറിയം പണ്ടത്തെ ഓഡിറ്റോറിയമാണോ അത്? എത്ര മാറ്റം വന്നു? റോഡ് മാറുന്നില്ലേ? അപ്പോൾ നിഷ്കളങ്കമായി ഒരാളെന്ത് ചെയ്യും? എല്ലാ ലോകം കാലത്തിനനുസരിച്ച് നമ്മളെ വാർത്താവിനിമയ മാർഗങ്ങളും ഗതാഗത സൗകര്യവും ഒക്കെ മാറുമ്പോൾ ഈ മതപരമായ കാര്യങ്ങളിൽ കാലോചിതമായ മാറ്റം വേണ്ടേ എന്ന ഒരു ലളിതമായ യുക്തിയിൽ നിന്നാണെന്ത് ചില ആളുകൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന ആളുകളെ നമ്മൾ അവരോട് കയർക്കാനും തട്ടിക്കയറാനും നിങ്ങൾ ഇസ്ലാം വിരോധികളാണെന്ന് പറയാനും നിൽക്കുന്ന ഒരു സാഹചര്യം വേണ്ടതില്ല. മറിച്ച് അവർക്ക് അതിൻ്റെ വസ്തുത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇതൊക്കെ മനസ്സിലായിട്ടും ഇസ്ലാമിനെ കുതിര കയറുക എന്ന ലക്ഷ്യത്തോടു കൂടി, ശരീഅത്തിനെ പിച്ച് ചീന്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുണ്ട്. അത് വേറെയാണ് വിഷയം. ഈ ഒന്നാമത് പറഞ്ഞ വിഭാഗത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ കാര്യം സംസാരിക്കുന്നത്. അവർ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട്. അതേതാ മാറേണ്ടതെന്ന് ചോദിച്ചാൽ, മനുഷ്യനിർമ്മിതമായ ദർശനങ്ങളൊക്കെ കാലത്തിനനുസരിച്ച് മാറണം. യാതൊരു തർക്കമല്ല. മനുഷ്യന്മാർ അവരുടെ ബുദ്ധിയിൽ നിന്നും ചിന്തയിൽ നിന്നും ഗവേഷണങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന 109 തവണ അത് അമെൻമെന്റ് നടത്തിയിട്ടുണ്ട്. അത് ചെയ്യണം, നിർബന്ധമാണ്. കാരണം സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ആ ഭരണഘടനയിലുള്ള നിയമങ്ങൾ ആ കാലഘട്ടത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കാലം മുന്നോട്ട് പോകുമ്പോൾ അതിൽ മാറ്റങ്ങൾ വേണ്ടി വരും. അത് മനുഷ്യന്മാരുണ്ടാക്കിയതായതുകൊണ്ട് എല്ലാത്തിലും മാറ്റം ആവശ്യമാണ്. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമല്ല. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മനുഷ്യന്റെ യാതൊരു പരിമിതികളും ഇസ്ലാമിൻ്റെ അഥവാ പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്ന് അവതീർണമായിരിക്കുന്ന ഈ ഗ്രന്ഥത്തിനില്ല. സൃഷ്ടിയും സ്രഷ്ടാവും രണ്ടും രണ്ടാണ്. അത് രണ്ടും ഒന്നല്ല. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവരങ്ങൾ ലഭിക്കുക പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മാത്രമാണ്. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതിലൂടെയാണ് നമുക്ക് വിവരങ്ങൾ കിട്ടുള്ളൂ. ഇപ്പം ഈ മൈക്ക് വെച്ചത് എന്തിനാ? എൻ്റെ ശബ്ദത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഈ മൈക്ക് ഓഫായി സംസാരിച്ചാൽ ഈ മുന്നിൽ ലെയറിലിരിക്കുന്ന ആൾക്കാർക്ക് പോലും കേൾക്കൂല. അതെൻ്റെ പരിമിതിയാണ്. നിങ്ങളുടെ കേൾവിക്കും അങ്ങനെയുണ്ട് പരിമിതി. ഇപ്പം ഇതിൻ്റെ ഈ മുന്നിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എത്ര വാഹനത്തിൻ്റെ ശബ്ദം കേട്ട് കേൾക്കുന്നുണ്ട്? കഴിയില്ല. നമുക്ക് കണ്ണിന് പരിമിതി ഉണ്ട്. ഇതിനെ ഞാൻ ഗ്ലാസ് വെച്ചത്. ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ കണ്ണിന് പ്രശ്നങ്ങൾ വരും. അതുപോലെ നോട്ടം നോക്കിയാൽ ഒരു പ്രത്യേക ദൂരത്തേക്കേ നമുക്ക് ആളെ കാണുള്ളൂ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കാണൂല, ആരാന്ന് മനസ്സിലാവില്ല. ഇത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ള പരിമിതിയാണ്. ആ പരിമിതി മനുഷ്യൻ അതിലൂടെ ലഭിക്കുന്ന അറിവുകൾക്കുണ്ടാവും. മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പിന്നെ എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാലും അതിനൊക്കെ പരിമിതിയുണ്ട്. ഇന്ന് കണ്ടുപിടുത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കണ്ടുപിടുത്തങ്ങളിൽ മഹാഭൂരിപക്ഷവും പിന്നീട് മാറ്റിയതാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള ആദ്യ കാലഘട്ടങ്ങളിലുള്ള വിവരം എന്തായിരുന്നു? ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഭൂമിയാണ് കേന്ദ്രം എന്ന് വാദിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ വാദം? ആ ഭൂമി ഒരുപാട് ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹം മാത്രമാണ്. പ്രപഞ്ചത്തിന്റെ വലിപ്പം എത്ര ഉണ്ട് അത് പണ്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ അന്നത്തെ ശരി ഏതായിരുന്നു?
പക്ഷെ കാലം മുന്നോട്ട് വന്നപ്പോൾ അവർക്കത് മാറ്റേണ്ടി വന്നു. കാരണം നമ്മുടെ മനുഷ്യന്റെ പരിമിതിയാണത്. അതുപോലെ മക്കളുണ്ടാകുന്ന വിഷയത്തിൽ, കുഞ്ഞുങ്ങളുണ്ടാകുന്ന വിഷയത്തിൽ അന്നത്തെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഇപ്പോഴത്തെ കാഴ്ചപ്പാട് എന്താ? അതൊക്കെ മാറി. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ പരിമിതികളാണ്. പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ള പരിമിതി മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തക്കും ആസൂത്രണത്തിനും ആലോചനക്കും നിയമങ്ങൾക്കും എല്ലാം ഉണ്ടാവും. എന്നാൽ റബ്ബെന്ന് പറയുന്നത്, അള്ളാഹു എന്ന് പറയുന്നത് കഴിഞ്ഞ കാലം അറിയുന്നവനാണ്, വർത്തമാനം അറിയുന്നവനാണ്, ഭാവി അറിയുന്നവനാണ്, ഈ ലോകം മുഴുവൻ പടച്ച് പരിപാലിക്കുന്നവനാണ്. 6-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ഇനി ലോകം അവസാനിക്കുന്നത് വരെയും എന്തൊക്കെ അവിടെ സംഭവിക്കുമെന്ന് നേരത്തെ നിശ്ചയിച്ചതാണ്. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട, അതൊക്കെ സൃഷ്ടിക്കപ്പെട്ട ആ പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്ന് അവതീർണമായതാകുന്നു വിശുദ്ധ ഖുർആൻ. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ഇതാ ഇന്നത്തോടുകൂടി ഈ മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടുകൂടി ഇത് പൂർണ്ണമായി. ഇനി അതിലൊന്നും കൂട്ടാനുമില്ല, അതിലൊന്നും കുറക്കാനുമില്ല. കാരണം അത് ദൈവികമാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി അത് മാറ്റം വരുത്തേണ്ട കാര്യമേ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. സത്യമാർഗവും സത്യമതവുമായി തന്റെ ദൂതനെ അയച്ചവനാകുന്നു അവൻ, എല്ലാ മതങ്ങളെക്കാളും അതിനെ പ്രബലമാക്കുവാൻ വേണ്ടി എന്നാണ്. എല്ലാത്തിൻ്റെയും മുകളിൽ അജയ്യമായി നിലകൊള്ളുന്നതാകുന്നു ഇസ്ലാം എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആനിന്റെ ആശയം എന്ന് പറയുന്നത്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. പടച്ചുണ്ടാക്കിയവൻ അറിയുകയില്ലേ, അവൻ സൂക്ഷ്മജ്ഞാനിയും എല്ലാം അറിയുന്നവനുമാകുന്നു എന്നാണ്. അപ്പൊ എല്ലാം അറിയുന്ന സൂക്ഷ്മജ്ഞാനിയായ പടച്ചോന് ഇനി നിയമങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ തന്നെ പടച്ചോൻ നമ്മളെ പോലെ ആയില്ലേ? ആയില്ലേ? അത് നമ്മളുണ്ടാക്കിയ നിയമം മാറുന്നതിനനുസരിച്ച് പടച്ചോൻ ഉണ്ടാക്കിയ നിയമം മാറ്റണം എന്ന് പറഞ്ഞാൽ മനുഷ്യനും പടച്ചോനും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അള്ളയും തന്നെ അറിയാത്ത വരാനിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിക്ക് ഏത് നിയമം വേണ്ടു എന്നറിയാത്ത ഒരു പരിമിതി ആണെന്ന് അറിയുമ്പോൾ പടച്ചോനെ നമ്മളിലേക്ക് കൊണ്ടുവരണതിൻ്റെ അർത്ഥം. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികളെങ്കിലും ഈ വ്യത്യാസം എന്ത് ചെയ്യേണ്ട ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. മനുഷ്യന്മാർ വലിയ വായിൽ പറയുന്നുണ്ടല്ലോ പുരോഗമനം. അവരുണ്ടാക്കിയ നിയമങ്ങൾ, പണ്ടുണ്ടാക്കിയ കാഴ്ചപ്പാടുകൾ അന്ന് ഭയങ്കരമായിട്ട് അത് സമൂഹത്തിൽ അവർ പറഞ്ഞിരുന്നു, പ്രചരിപ്പിച്ചിരുന്നു. പക്ഷെ ഇസ്ലാം എന്നും ഓരോ കാര്യത്തെ സംബന്ധിച്ചും ആ കൃത്യമായ രീതിയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഒരു കാലത്ത് അതിനെല്ലാവരും പരിഹസിക്കും, പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അവരൊക്കെ അതിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ജനസംഖ്യയെക്കുറിച്ചുള്ള നിലവിൽ ഇപ്പോഴുള്ള കാഴ്ചപ്പാട് എന്താ? ഇപ്പോഴും നമ്മുടെ ജനസംഖ്യാ ദിനത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ലേഖനങ്ങൾ എന്താ? കുട്ടികൾക്ക് അസംബ്ലിയിൽ ചൊല്ലിക്കൊടുക്കുന്ന പ്രതിജ്ഞകൾ എന്താ? ആളുടെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ് എന്നാണ്. മാൻ പവർ ഭീഷണിയാണ്. ഒരു ജനങ്ങൾ വർദ്ധിക്കുന്നതിനെ കുറിച്ച് ഒരു ഫോബിയയാണ് പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണം എന്ന ഒരു സിദ്ധാന്തം കൊണ്ടുവന്ന് മാൽത്തൂസ്യൻ തിയറിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തത് നടപ്പാക്കി, ഇംപ്ലിമെന്റ് ചെയ്തു. അത് ചൈന നടപ്പാക്കി, ഒരുപാട് രാജ്യങ്ങൾ നടപ്പാക്കി, ഇന്ത്യ നടപ്പാക്കി. ഇന്ത്യയിൽ ഏറ്റവും നന്നായി നടപ്പാക്കിയത് കേരളമാണ്. എന്താ ഇപ്പൊ സംഭവിച്ചത്? അന്ന് ഇസ്ലാം പറഞ്ഞു, അന്നും ഖുർആൻ പറഞ്ഞു എന്ത്? വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലാൻ പാടില്ല. അന്നും ഇസ്ലാം പറഞ്ഞു. സദ്വൃത്തകരായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവരാണ്. പ്രസവത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. കാരണം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വിഭവമാണ്, മാൻ പവറാണ് ഒരു രാജ്യത്തിന്റെ അസറ്റ് എന്ന് പറയുന്നത്. ആ മാൻ പവറിനെ ഏറ്റവും വിദഗ്ധമായി ഉപയോഗിക്കുന്ന ഭരണാധികാരികളാണ് ഏറ്റവും നല്ല ഭരണാധികാരികൾ. ആ മാൻ പവറിനെ ഏറ്റവും നന്നായി വ്യവസ്ഥപ്പെടുത്തി ഉപയോഗിക്കുന്നവരാണ് ഏറ്റവും നല്ല മാനേജ്മെന്റ് വിദഗ്ധർ. ആ മാൻ പവറിനെ, തന്റെ കീഴിലുള്ള ജോലിക്കാരുടെ കർമ്മശേഷിയെ ഏറ്റവും നല്ല രീതിയിൽ പരിവർത്തിപ്പിക്കുന്നവരാണ് കമ്പനി ഉടമകൾ. അതല്ലാതെ ആൾക്കാരുടെ എണ്ണം കുറക്കണവരല്ല. ഒരു മനുഷ്യക്കുഞ്ഞ് ഇവിടെ ജനിച്ചു വരുമ്പോ അവന് വായ മാത്രമല്ല ഉള്ളത്, അവന് 2 കണ്ണുണ്ട്, 2 കാതുണ്ട്, 2 കൈയുണ്ട്, 2 കാലുണ്ട്. സൂപ്പർ പവർ കമ്പ്യൂട്ടറിനെ വെല്ലുന്ന മസ്തിഷ്കമുണ്ട്. എത്രയെത്ര ശാസ്ത്രജ്ഞന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്.
അവരൊക്കെ ഭ്രൂണാവസ്ഥയിൽ തന്നെ കൊന്നിരുന്നുവെങ്കിൽ ആ പ്രതിയോ നമുക്ക് നമ്മുടെ രാജ്യത്തിന് കിട്ടുമോ? മിസൈൽ മാൻമാരെ കിട്ടുമോ? ചരിത്രകാരന്മാരെ കിട്ടുമോ? ഇല്ല. പണ്ഡിതന്മാരെ കിട്ടുമോ? അവരെയൊക്കെ കൊന്നിരുന്നുവെങ്കിൽ, അവർ പ്രസവിക്കണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇല്ല. അപ്പൊ എന്താണ് ഇസ്ലാം അന്ന് പറഞ്ഞു ആ കാഴ്ചപ്പാട്? പക്ഷെ ഇപ്പോഴോ ചൈന കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ജപ്പാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ജർമ്മനി കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഉത്തര കൊറിയ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇന്ത്യ കരയാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലേ? തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. ആ തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പത്തെ കണക്കനുസരിച്ച് ഒരു വീട്ടിൽ ചുരുങ്ങിയത് 16 കുട്ടികളെങ്കിലും വേണമെന്ന്. സ്റ്റാലിൻ പറഞ്ഞതാണ് 16 കുട്ടികൾ വേണം. അതിന്റെ കണക്കെന്താ അറിയോ? ഇത് ദക്ഷിണേന്ത്യയാണ്. ദക്ഷിണേന്ത്യയിലാണ് ഫാമിലി പ്ലാനിങ് കൂടുതൽ നടത്തിയത്. ഉത്തരേന്ത്യയിൽ അത് പണ്ടും ശരിക്കും മര്യാദക്ക് നടത്തിയിട്ടില്ല, പ്രത്യേകിച്ച് യുപിയിൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ എണ്ണം കൂടെ ഇനി പുതുക്കി വരുമ്പോൾ എണ്ണം കൂടെ ഉത്തരേന്ത്യയിലായിരിക്കും, ദക്ഷിണേന്ത്യയിൽ കുറയും, കേരളത്തിൽ കുറയും, തമിഴ്നാട്ടിൽ കുറയും, കർണാടകയിൽ കുറയും. അവർക്കൊക്കെ ഇരട്ടി വെച്ച് കൂടും ചെയ്യും പല സ്ഥലത്തും. അപ്പൊ ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് മണ്ഡലങ്ങൾ പുനർനിർമ്മിക്കുക. മനസ്സിലായോ? ഈ വിവരം എപ്പോഴാണ് രാഷ്ട്രീയക്കാർക്ക് ബോധം വെച്ച്? പക്ഷെ ഇപ്പൊ ബോധം വെച്ചിട്ട് എന്താ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐസ്ക്രീം അല്ലത്. ഇപ്പൊ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കും ഇനി എങ്ങനെ കുട്ടികൾ കൂടുതൽ ഉണ്ടാക്കുക. അപ്പൊ എന്താ വിഷയം? മനുഷ്യന്മാരൊരു തിയറി പറയും, ഒരു ഉട്ടോപ്യൻ തിയറി. അന്ന് ഭയങ്കര സംഭവമായിരിക്കും, എന്നിട്ട് അതിനെതിരെ പറയുന്നവരൊക്കെ പരിഹസിക്കും. ഇനി ഇവരൊക്കെ പറഞ്ഞ് എഴുതി വെച്ചോളിങ്ങൾ. ഇനി നമ്മളെ നാട്ടിലൊക്കെ ഇനി പ്രചരണം നേരെ തിരിച്ചു വരും. ഒരു വീട്ടിൽ ഇത്ര മിനിമം കുട്ടികൾ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാം എന്ത് പറഞ്ഞു അവിടേക്ക് തിരിച്ചു വരും. വരുന്നത് വരെ ഇസ്ലാമിനെ എല്ലാവരും കുറ്റം പറയുന്നത് മാത്രം. അത്രേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രേ ഉള്ളൂ. അതായത് കാലം മാറും, കാഴ്ചപ്പാടുകൾ മാറും, എന്നാൽ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾക്ക് ഒരു മാറ്റവും വരില്ല, നിലപാടുകൾക്ക് ഒരു മാറ്റവും വരില്ല. മനുഷ്യന്റെ അറിവ് ഒരു ടോർച്ചാണെങ്കിൽ അള്ളാഹുവിന്റെ അറിവ് ഒരു സൂര്യപ്രകാശമാണ്. ടോർച്ചിന്റെ പ്രത്യേകത എന്താ? ടോർച്ച് അടിക്കണോടത്തേക്കേ ലൈറ്റ് കാണുള്ളൂ. സൂര്യപ്രകാശം അങ്ങനെയല്ല, എല്ലായിടത്തും ഉണ്ടാവും. ടോർച്ചിന്റെ പ്രത്യേകത എന്താ? ആ അടിച്ച് അവർ നടന്നു പോകുന്ന വഴി ചിലപ്പോൾ ശരിയായ വഴിയായിക്കൊള്ളുന്നില്ല. എന്നാൽ സൂര്യപ്രകാശത്തിന്റെ ആ ഉജ്ജ്വലമായ വെളിച്ചത്തിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വഴി തെറ്റുകയില്ല. നമ്മൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. അതാണ് ഈ വിഷയം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത്, ഇതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസി ജീവിച്ച് മുന്നോട്ട് പോകേണ്ടത്. അവന്റെ മുമ്പിലൂടെ കടന്ന് കറങ്ങിപ്പോകുന്ന ഏതൊരു വിഷയത്തോടും അവൻ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ഈ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടായിരിക്കണം. മനുഷ്യന് വഴി കാണിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ആണ് അവന് ഗ്രന്ഥമായി വഴികാട്ടിയായി ഇറങ്ങിയിരിക്കുന്നത്. ആ ഗ്രന്ഥം മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ വിശദീകരണമായ ഹദീസുകൾ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിത വീക്ഷണത്തെ നമ്മൾ കരുപ്പിടിപ്പിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും മനുഷ്യനിർമ്മിത സിദ്ധാന്തങ്ങളിൽ നിന്നോ ലിബറലുകൾ എഴുതി വെച്ചതിൽ നിന്നോ അല്ല നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള ആശയങ്ങളെ കടമെടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വർത്തമാനകാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട, ഓർമ്മിക്കേണ്ട ചില വിഷയങ്ങൾ മാത്രം സൂചിപ്പിക്കണം. അതിലൊന്നും എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടാണ്. ആ വിഷയത്തിൽ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട നിലപാടാണ്. സോഷ്യൽ മീഡിയ അടിമയല്ല നമ്മൾ, സോഷ്യൽ മീഡിയയുടെ ഉടമയാകണം. സോഷ്യൽ മീഡിയയുടെ അടിമയായി മാറേണ്ടവരല്ല നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഉടമകളായി മാറണം. ഒരൊറ്റ പോയിന്റ് എനിക്കൊരു പറയാനുള്ളൂ. ഇത് പാല് തിളച്ചോ നോക്കണ മാതിരി ഇടക്കിടക്ക് ഇത് ഇങ്ങനെ എടുത്തു നോക്കുക. എന്തിനാ എടുത്തു നോക്കുന്നത്? ഈ റമദാനിലെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ? അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയുടെ അടിമയാകാണ്. നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കുന്നത് ആരോ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്, ആരോ ചോദിച്ച ഒരു ചോദ്യമാണ്, ആരോ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ്. അതാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ സമയത്തെ നിർണയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയുടെ അടിമയായി മാറുകയാണ്. അങ്ങനെയല്ല. നമുക്കൊരാവശ്യമുണ്ട്, ഒരു വീഡിയോ, ഒരു ക്ലാസ് ഉണ്ട്. അപ്പം ഇന്ന് പെരിന്തൽമണ്ണ ക്ലാസ് കേൾക്കാൻ പോകാൻ പറ്റിയിട്ട് അതിപ്പോൾ എന്ത് ചെയ്യും, യൂട്യൂബിൽ കിട്ടും. അപ്പം അൽഹംദുലില്ലാ, അപ്പം എനിക്കൊരു 1 മണിക്കൂർ സമയമുണ്ട്, ഞാൻ അതൊന്ന് കേൾക്കട്ടെ. അപ്പോൾ ഫോൺ എടുക്കാം, അത് കേൾക്കാം. ആ സാധനം സെർച്ച് ചെയ്തെടുത്ത് കണ്ടത് കേൾക്കാം, അത് കേട്ടാൽ അതവിടെ വെക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ കത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ പോരെ. അപ്പോൾ ഒരു മെസ്സേജ് എനിക്ക് ഇന്ന വിഷയത്തിൽ വരാണ്ട്, ആയിക്കോട്ടെ, അത് നോക്കിയാണ് ആ മെസ്സേജ് നോക്കി അതിന് മറുപടി കൊടുത്താൽ അവിടെ വെക്കുക. ഈ ഒരു നിലപാടിക്ക് നമ്മൾ എന്ത് ചെയ്യണം?
അതിന് വരാൻ പറ്റിയ മാസമാണ് എന്ത്? റമദാൻ. അങ്ങനെ സോഷ്യൽ മീഡിയനെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നല്ല പ്രശ്നമാണ്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന അസ്സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഒരിക്കലും നിങ്ങൾക്ക് അറിവില്ലാത്തതിന്റെ പിന്നാലെ നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ഹൃദയവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ എന്തിനെ പൈസ ചെലവാക്കി, നമ്മൾ എന്തേ കണ്ടു, എന്തേ നോക്കി, ഒക്കെ പടച്ചോ നാളെ ചോദിക്കും. അതുകൊണ്ട് കണ്ടിന്റെ പിന്നാലെ, ചപ്പ് ചവറിന്റെ പിന്നാലെ പോണ സ്വഭാവം ഒരിക്കലും ഒരു വിശ്വാസിക്ക് പാടില്ല എന്നുള്ളതാണ് ഒന്നാമതായി എനിക്ക് പറയാൻ. രണ്ടാമത്തത്, ഇന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. GCC രാഷ്ട്രങ്ങൾ ഭയവിഹ്വലരാണ്. ഒരൊറ്റ ദിവസം കൊണ്ടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അഥവാ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു വിശ്വാസിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ടാകും. അതിലെനിക്ക് പറയാനുള്ളത്, ഏത് സമയത്താണ്, ഇപ്പോന്ന് മാത്രമല്ല ഏത് സമയത്താണെങ്കിലും മിഡിൽ ഈസ്റ്റിൽ നിന്ന് പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളിലെ അവിടെയുള്ള ഇടപെടലുകൾ, അവിടെയുള്ള പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, നിലപാടുകൾ, നയസമീപനങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്കുണ്ടാകേണ്ട ചില ധാരണകൾ എന്താ വെച്ചാൽ, ഒന്ന്, നമുക്ക് ലഭിക്കുന്ന വിവരം വെച്ച് നമുക്ക് നിലപാട് പറയാൻ കഴിയൂ എന്നൊരു പരിമിതി അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടുന്ന ഡാറ്റ തെറ്റിയാൽ നമ്മുടെ നിലപാടും തെറ്റും. പക്ഷെ മനസ്സിലായോ? നമുക്ക് നമ്മുടെ മുമ്പിലെത്തുന്ന വിവരത്തിനും വാർത്തക്കും നമ്മൾ കാണുന്ന ചാനലും നമ്മൾ കാണുന്ന പത്രവും മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ നിലപാട് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ആ പത്രങ്ങൾക്കും ആ ചാനലുകൾക്കും ആ വാർത്ത എത്തിക്കുന്നവർക്കും അതിലെന്തെങ്കിലും ഒരു പാർഷ്വാലിറ്റി ഉണ്ടെങ്കിൽ, ഒരു അജണ്ട ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത ചിത്രം നമ്മൾ കാണൂല, അല്ലാത്ത വാർത്ത നമ്മൾ അറിയില്ല, അല്ലാത്ത പ്രസ്താവനയുടെ നമുക്ക് ശ്രദ്ധയിൽപ്പെടില്ല. അവർക്കൊരു നരേറ്റീവ് ഉണ്ടാവും. ആ വാർത്ത വായിക്കുന്നവർക്കും അവതരിപ്പിക്കുന്നവർക്കും ആ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും ഈ വാർത്ത പറയുന്നതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കും അവർ തെളിവുകൾ കൊണ്ടുവരിക. ആ ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കും അവർ വാർത്തകൾ കോട്ട് ചെയ്യുക. ആ ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കും അവർ രാഷ്ട്ര നായകന്മാരുടെ പ്രസംഗങ്ങളിലെയും വരികളിലെയും പ്രസ്താവനകളിലെയും കാര്യങ്ങൾ കോട്ട് ചെയ്യുക. അത് കേട്ടിട്ട് ആ വിഷയത്തെ നമ്മൾ സമഗ്രമായി വിലയിരുത്താൻ പോയി നിലപാടുകൾ സ്വീകരിച്ചാൽ അത് അബദ്ധമായിരിക്കും. എന്തിനാ അങ്ങോട്ട് മിഡിൽ ഈസ്റ്റിക്ക് പോണത്, GCCക്ക് പോണത്? ഇന്ന് പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ആ ജൂബിലി റോട്ടിന്റെ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കേൾക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടായി, ആ അത്യാഹിതത്തെ സംബന്ധിച്ച് പിറ്റേ ദിവസം വാർത്തയിൽ പല വാർത്തകളാണ് വരിക, അല്ലേ? ഈ അങ്ങാടിയിലുള്ള നമുക്ക് തന്നെ മനസ്സിലാവില്ല അതെന്താ വിഷയം. രാവിലെ നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നുണ്ട്. എങ്ങനെ മരണപ്പെട്ടു? ചില ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെയാണ്, ചില ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെയാണ്. ഇതെവിടെ നമ്മളെ മൂക്കിന്റെ മുമ്പിലുള്ള വിഷയമാണ്. അതിൽ വരെ എത്രമാത്രം നമ്മൾ കബളിപ്പിക്കപ്പെടാറുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വസ്തുത പിന്നെ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ കണ്ണിന്റെ മുമ്പിലില്ലാത്ത, നമുക്കൊരിക്കലും ആക്സസ് അല്ലാത്ത പ്രദേശങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളുടെ ഉള്ളെന്താണെന്ന് അറിയാതെ വേഗം അതിൽ പോയി അഭിപ്രായങ്ങൾ പറയുകയും നിലപാടുകൾ പറയുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊരിക്കലും ആ ഒരു തലത്തിലേക്ക് വിശ്വാസികൾ കടന്നു കയറാൻ പാടില്ല എന്നതാണ്. അതിന് പലപ്പോഴും ഇരയാകുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. നേരത്തെ നമുക്കറിയാം, യമനിലെ ഹൂത്തികളെ സൗദി അറേബ്യ ആക്രമിക്കുകയുണ്ടായി. ആ അക്രമം ഉണ്ടായ സമയത്ത് ഉണ്ടായ നരേറ്റീവ് എന്താ? സൗദി അറേബ്യ ഒരു ദരിദ്ര രാജ്യമായ യമനിനെ അനാവശ്യമായി ആക്രമിച്ചിരിക്കുന്നു, എന്തിനാണത് ചെയ്തത്, വളരെ ക്രൂരന്മാരായി പോയി എന്ന രീതിയിലുള്ള നരേറ്റീവുകൾ നമ്മൾ കണ്ടു. എന്നാൽ വസ്തുത എന്തായിരുന്നു? ആ ഹൂത്തികൾക്ക് പിന്നിൽ ഒരു കരമുണ്ട്, അത് ഷിയാക്കളാണ്. ഷിയാക്കൾ ഹൂത്തികളെ മുന്നിൽ വെച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് കടന്നു വരികയും അതിന്റെ സ്വൈരവും സമാധാനവും കെടുത്തുകയും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിലുള്ള അജണ്ട എന്താ? ഇരു ഹറമുകളുടെയും വേട്ടക്കാരാണ് ഷിയാക്കൾ എന്ന് പറയുന്നതിൽ ആർക്കാ തർക്കമുള്ളത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഒരു കാലത്ത് മസ്ജിദുൽ ഹറമിൽ സ്ഫോടനമുണ്ടായി. എവിടുന്നാ പൊട്ടിയത്? എല്ലാ ഹറമിൽ പോയ ആളുകൾക്കറിയാം. ഓരോ വക്തിനും അവിടെ മയ്യത്ത് നമസ്കാരങ്ങൾ നടക്കും. 2, 3, 4 ആളുകൾ മരണപ്പെട്ട മയ്യത്ത് നമസ്കാരങ്ങൾ നടക്കും.
അങ്ങനെ മയ്യത്ത് കട്ടിലിൽ വന്ന് ജീവനുള്ള മനുഷ്യന്മാര് അരയിൽ ബോംബ് കെട്ടി മയ്യത്ത് കട്ടിലിൽ കിടത്തി അത് മയ്യത്താണെന്ന് വ്യാജേന കൊണ്ടുവന്ന് ഹറമിന്റെ മുറ്റത്ത് വെച്ച് നമസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ചത്. ഷിയാക്കളായിരുന്നു അതിന്റെ പിന്നിൽ. ആ ഇരു ഹറമിനെയും നോട്ടമിട്ടവരാണ് ഷിയാക്കൾ ലോകത്ത്. അതുകൊണ്ട് തന്നെ ആ സൗദി അറേബ്യക്കെതിരെ എന്തെല്ലാം ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ അവരത് ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അത് പിന്നീടല്ലേ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പൊ ഈ ആക്രമണത്തെ നമ്മൾ എങ്ങനെ വായിക്കണം? ഇതൊന്നും അറിയാതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പല രീതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മലയാളത്തിലേക്ക് വരുന്ന വാർത്തകളാണെങ്കിൽ അതിന്റെ പിന്നിലും പലപ്പോഴും അജണ്ടകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട അജണ്ട എന്താ? ഇസ്ലാം എന്നും ഒരു പ്രശ്നമാണ് എന്ന നരേറ്റീവ് ശക്തിപ്പെടുത്താൻ GCC രാഷ്ട്രങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പർവ്വതീകരിക്കാറുണ്ട്. അത് എന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ചില ആൾക്കാർ ഇവരെവിടെ ഉണ്ടോ അവിടെ പ്രശ്നമുണ്ട്, മുസ്ലിങ്ങൾ എവിടെ ഉണ്ടോ അവിടെ കുഴപ്പമുണ്ട് എന്നുള്ള ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടി, ഇസ്ലാമോഫോബിയ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചില ആളുകൾ ഈ ഒരു വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കാറുണ്ട്. മറ്റൊന്ന്, സൗദി അറേബ്യ പ്രശ്നമാണ് എന്ന നരേറ്റീവ് ശക്തിപ്പെടുത്താൻ വേണ്ടി കൊടുത്തു കൊടുക്കാറുണ്ട്. അറബ് രാജ്യങ്ങളിൽ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നതിന് വേണ്ടി മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പേരിട്ട് അതിനൊത്താശ പാടുന്ന ആളുകളുണ്ട്. ഒരു ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുമത രാജ്യത്ത് ജനാധിപത്യം ശക്തിപ്പെട്ട് നിലനിൽക്കണം. ആ ജനാധിപത്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട്, മതനിരപേക്ഷ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാത്രമേ ഇവിടെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിന് സമാധാനപൂർവ്വം ഒന്നിച്ചു പോകാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇസ്ലാം വെറും മുസ്ലിമീങ്ങൾ മാത്രമുള്ള ഒരു രാജ്യത്ത് അവരുടെ സംസ്കാരവും ഐഡിയോളജിയും അനുസരിച്ചുകൊണ്ട് അവർ തന്നെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ കയറി അഭിപ്രായം പറയാനും അവിടെ ആഭ്യന്തരമായി ജനാധിപത്യം കൊണ്ടുവരണമെന്ന് പറയാനും അവിടെ കാലുഷ്യം ഉണ്ടാക്കുവാനും ശ്രമിക്കുന്നത് സതുദ്ദേശപരമേ അല്ല. ഏതുപോലെ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഒരു ഇസ്ലാമിക ഭരണമെന്ന് വേണമെന്ന് വാദിച്ചുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ രംഗത്ത് വന്നാൽ എങ്ങനെയുണ്ടാകും? ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് വാദിച്ചുകൊണ്ട് ഇവിടെയുള്ള ഹൈന്ദവർ മുന്നോട്ട് വന്നാൽ എങ്ങനെയുണ്ടാകും? ഇതൊരു ക്രൈസ്തവ രാജ്യമാക്കണമെന്ന് പറഞ്ഞ് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ മുന്നോട്ട് വന്നാൽ എങ്ങനെയുണ്ടാകും? അതുപോലെയുള്ള അരക്ഷിതാവസ്ഥ കൃത്യമായി ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളിൽ അവിടെ ജനാധിപത്യം കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഉണ്ടാകും. അതിനുവേണ്ടി ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്ന, അതിനുവേണ്ടി കഥ മെനയുന്ന, അതിനുവേണ്ടി വാർത്താ വിശകലനങ്ങൾ നടത്തുന്ന ഒട്ടനവധി വാർത്താ മീഡിയകൾ മലയാളത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ അറബ് രാജ്യങ്ങളിൽ സൗദി അറേബ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഷിയാക്കൾ ഒരു ഭാഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഷിയാക്കളുടെ അവരെ വെള്ളപൂശുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള രാജ്യമായ ഇറാനെ വെള്ളപൂശുന്നതിന് വേണ്ടി ഇറാൻ GCC രാഷ്ട്രങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാകുന്നു ഇപ്പോൾ അവർ GCC രാഷ്ട്രങ്ങൾ ആക്രമിച്ചിട്ടുള്ളത് എന്ന് പറയുന്നവരുണ്ട്. അത് വെള്ളപൂശുകയാണ്. ഇവർ ചെയ്യുന്നതിൽ വലിയ കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലേക്ക് വെള്ളപൂശുകയാണ്. അതായത് അമേരിക്കയെ വരുതിയിൽ വരുത്തണമെങ്കിൽ അമേരിക്കയുടെ താവളങ്ങളുള്ള രാജ്യങ്ങളെ ആക്രമിക്കുകയും ആ പ്രദേശങ്ങൾ ആക്രമിക്കുകയും താവളങ്ങൾ ആക്രമിക്കുകയും എന്നിട്ട് ആ രാജ്യങ്ങളെ കൊണ്ട് അമേരിക്കയിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും അങ്ങനെ അവരിൽ നിന്ന് ഈ യുദ്ധത്തിൽ നിന്ന് അവരെ പിന്മാറ്റുകയും ചെയ്യുക എന്ന തന്ത്രം വെച്ചുകൊണ്ടാണ് GCC രാഷ്ട്രങ്ങളിലേക്ക് ഇറാനിന്റെ മിസൈൽ പോയത് എന്ന് വളഞ്ഞു തിരിഞ്ഞു പറഞ്ഞ് അവസാനം വരുന്നത് എന്താ? ഇറാൻ ചെയ്തത് കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന വാർത്താ വിശകലനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയുടെ കച്ചവട താല്പര്യത്തിന് ഇസ്രയേലിനെ മുന്നിൽ നിർത്തി ഇറാനെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു കളിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി ഓരോ രാജ്യത്തും അവിടെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് കടന്നു കയറുകയും അതിനായുധമാക്കുകയും ചെയ്യുന്നുവെന്നതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം കണക്കാണ്. അവിടങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് ആ പ്രശ്നത്തിൽ ഒരു കക്ഷിയാകുക. പ്രശ്നമുണ്ടാക്കുന്നത് അവര്, പ്രശ്നം തീർക്കാൻ മധ്യസ്ഥരാകുന്നവരവര്, സമാധാന ദൂതുമായി വരുന്നവര്, അവസാനം ആ രണ്ടു കൂട്ടർക്കും ആയുധം കൊടുക്കുന്നത് അവര്. അവർക്കൊരൊറ്റ ആവശ്യമുള്ള അവരുടെ കച്ചവട താല്പര്യം നടക്കണമെന്നത് മാത്രം. അതിനുവേണ്ടി എല്ലാ രാജ്യങ്ങളെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിക്കും, അതിനുള്ള പരിപാടികൾ ഒപ്പിക്കും. അവസാനം അവർ തന്നെ മധ്യസ്ഥത്തിന് ഇറങ്ങും. അതിനവർ ഉപയോഗിക്കുന്ന രീതി എന്താ? ഓരോ രാജ്യങ്ങളിലുമുള്ള
അസന്തുഷ്ടരായ ആളുകൾ ഉണ്ടാകും, പ്രതിപക്ഷങ്ങൾ ഉണ്ടാകും, അവിടെയുള്ള അസ്വസ്ഥതകളും ആഭ്യന്തര ശൈഥില്യങ്ങളും ഉണ്ടാകും. അതിനെ ക്യാമറ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്ത് അത്തരം നേതാക്കന്മാർക്ക് വെള്ളവും വളവും കൊടുത്ത് ആ നാട്ടിലെ തമ്മിലടിപ്പിച്ച് അവസാനം അവിടെ ഇടപെട്ട് അവിടെയുള്ള എണ്ണയും അവിടെയുള്ള സാധന സാമഗ്രികളും വശത്താക്കുക എന്ന ലക്ഷ്യം കാലങ്ങളായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ അടിത്തറ എന്ന് നാം തിരിച്ചറിയണം. അവസാനം ലോക മുസ്ലിമീങ്ങളുടെ സാമ്പത്തിക അടിത്തറ ക്ഷയിപ്പിക്കുക, ശിഥിലമാക്കുക എന്ന കുതന്ത്രമാണ് സയനിസ്റ്റ് ലോബിക്ക് ഇതിന്റെ പിന്നിലുള്ളത്. അതിനാണ് ഇസ്രയേലും പണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ മുന്നിൽ വെച്ച് പലരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. പലരും വിചാരിക്കണത് എന്താ, GCC രാഷ്ട്രങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് മുസ്ലിം രാജ്യങ്ങളെയും മുസ്ലിം ലോകത്തെയുമാണ് ബാധിക്കുക എന്നതാണ്. എന്നാൽ അവർക്ക് തെറ്റി. GCC രാഷ്ട്രങ്ങളിൽ ഉണ്ടാകുന്ന ഏതൊരു അസ്വസ്ഥതയും അത് പുകയുന്നത് ഇങ്ങ് കേരളത്തിൽ കൂടിയായിരിക്കും. അവിടെ ഒരു ബോംബ് വീണാൽ മലയാളക്കരയിലെ ഓരോ അടുക്കളയിലെ പാത്രങ്ങളും കുലുങ്ങും. സംശയിക്കൊന്നും വേണ്ട കാര്യത്തിൽ. ഇന്നലെ 11 മണിയോടുകൂടി ആക്രമണം ആരംഭിച്ചു. വൈകുന്നേരം 5 മണിയായപ്പോഴേക്കും നമ്മുടെ വീടുകളിലേക്കൊക്കെ ഫോൺ വന്നില്ലേ? ആരാ ഫോൺ ചെയ്യുന്നത്? സൗദി അറേബ്യയിലുള്ള, ഒമാനിലുള്ള, ബഹ്റൈനിലുള്ള, കുവൈത്തിലുള്ള, ഖത്തറിലുള്ള, ഓരോ രാജ്യങ്ങളിലുമുള്ള നമ്മുടെ ഉപ്പമാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വീട്ടുകാർ, നാട്ടുകാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ. ഇനി ഞങ്ങളുടെ അവസ്ഥ എന്താവും പറയാൻ കഴിയില്ല. ഇപ്പൊ താവളങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ട് മുമ്പിലാണ് ആ ബിൽഡിംഗ് കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. എത്ര സമയം കൊണ്ടാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് നോക്കൂ നിങ്ങൾ. അതെവിടെയാണ് അനുഭവിക്കുക? ഈ ജലാശയത്തിൽ ഒരു കല്ലിട്ടാൽ അതിന്റെ ഓളങ്ങൾ എല്ലാ വ്യക്തികളിലേക്കും കടന്നു വരും. അത് മുസ്ലിമീങ്ങളിലേക്ക് മാത്രമല്ല, അത് ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥയെ അടിത്തറ ഇല്ലാതെയാക്കും. കേരളത്തിന് സാമ്പത്തിക ഭദ്രത ഇല്ലാതെയാക്കും. നമ്മുടെ ഇവിടെ നടക്കുന്ന റോഡ് നിർമ്മാണത്തെ ബാധിക്കും, അട്ടപ്പടലം ബാധിക്കും, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും, വ്യാപാരത്തെ ബാധിക്കും, കച്ചവടത്തെ ബാധിക്കും, വിവാഹങ്ങളെ ബാധിക്കും. അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നമാണ് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല, അതെല്ലാവരെയും ബാധിക്കാൻ പോകുന്ന വിഷയം. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഇതിലാരെങ്കിലും അർമാദിക്കുന്നുണ്ടെങ്കിൽ, ഇതിന് വേഷം കെട്ടിയാടുന്ന ആ ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ, അതിന് കമന്റ് അടിക്കുന്നുണ്ടെങ്കിൽ, ആ ഇസ്രായേലിനെ പോയി ആരെങ്കിലും കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യ രാജ്യത്തോട് ഇഷ്ടമുള്ളവരല്ല, അവർ കേരളത്തോട് ഇഷ്ടമുള്ളവരല്ല, ഈ പൗരന്മാരോട് ഇഷ്ടമുള്ളവരല്ല. ഇവരൊക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നവരാണെന്ന് പറയേണ്ടി വരും നമുക്ക്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരം ഘട്ടങ്ങളിൽ കാര്യങ്ങൾ അവധാനതയോടുകൂടി വിലയിരുത്തുകയും അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ വിഷയം ഉൾപ്പെടുത്തും. നമ്മൾ കാണുന്നതല്ല കാഴ്ച, നമ്മൾ കേൾക്കുന്നതല്ല വാർത്ത, നമ്മൾ അറിയുന്നതല്ല വസ്തുത. അതിൻ്റെ അപ്പുറത്ത് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ ധാരണ നമുക്ക് എപ്പോഴും ഒരു കാര്യം ഉറപ്പാണ്: ആ ഹറമകളെയും പരിപാലിക്കുന്ന ആ സംവിധാനങ്ങളെയും അതിനെയും ലക്ഷ്യം വെച്ചത് ഇവിടെ സയനിസ്റ്റുകളും ഷിയാക്കളും. അവരതിന് പല വഴികളും പണ്ട് നോക്കിയിട്ടുണ്ട്, ഇപ്പോഴും നോക്കിയിട്ടുണ്ട്. അതൊരു കാരണവശാലും നടന്നുകൂടാ. അള്ളാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീക്കിത്തരുമാറാകട്ടെ. എല്ലാവരുടെയും ആശങ്കകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അക്രമികളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. നമ്മളെല്ലാവരും ഈ റമദാനിൽ ഈ വിഷയം പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ പണ്ട് ആളുകൾ തമ്മിൽ, രണ്ട് മതവിശ്വാസികൾ തമ്മിൽ സംസാരിച്ചാൽ അത് സൗഹാർദ്ദമായിരുന്നു. രണ്ട് മതവിശ്വാസികൾ തമ്മിൽ ഭക്ഷണം കഴിച്ചാൽ അത് സൗഹാർദ്ദമായിരുന്നു. രണ്ട് മതത്തിൽപ്പെട്ടവർ തമ്മിൽ ഒന്നിച്ച് യാത്ര ചെയ്താൽ അത് സൗഹാർദ്ദമായി. എന്നാൽ ഇന്ന് പരസ്പരം ഒന്ന് കണ്ടാലോ കെട്ടിപ്പിടിച്ചാലോ സംസാരിച്ചാലോ അതൊക്കെ അത് മതസൗഹാർദ്ദമായി എന്ന് പ്രത്യേകം പ്രൂവ് ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അതൊക്കെ ഫേസ്ബുക്കിൽ ഇടേണ്ട ഒരു വല്ലാത്ത ഗതികേടിലാണ് നമ്മൾ നമ്മുടെ അയൽവാസിയായ വേണുവാകട്ടെ, ജോസഫ് ആകട്ടെ, രാമനാകട്ടെ, ആരാകട്ടെ, അവരോട് നിന്ന് സാധാരണ സംസാരിക്കുന്ന സംസാരം എപ്പോൾ എന്ത് ചെയ്യണം? അത് ഫോട്ടോ എടുത്തും കണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇടണം. എന്നെങ്കിലേ ഞാൻ എന്താകുള്ളൂ? സൗഹാർദ്ദമുള്ളവരോ.
ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മതസൗഹാർദ്ദം തെളിയിക്കേണ്ട ഒരു അമിത ബാധ്യത അനാവശ്യമായി ഇന്ന് മുസ്ലിം സമുദായം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം ഒരു ബാധ്യതയാണ്. മറ്റുള്ളവരുടെ വാളിൽ പലപ്പോഴും ഇത് കാണാറില്ല. മുസ്ലിങ്ങൾക്ക് എന്ത് വേണം? അവരിപ്പോൾ ഇനി ഇവിടെ നല്ല നിലക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവരോടൊക്കെ നല്ല നിലക്കാണ് കഴിയുന്നത് എന്ന് കഴിഞ്ഞാൽ മാത്രം പോരാ, വേറുള്ളവരെ ബോധ്യപ്പെടുത്തുകയും വേണം. ആ ബാധ്യത ആരെങ്കിലും കെട്ടിയേൽപ്പിച്ചതല്ല. ചില മുസ്ലിം നാമധാരികളായ ആളുകൾ സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് ഇനി പറയാതിരുന്നിട്ട് നിർവാഹമല്ല. കാരണം എന്താ പറയുക, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ വേഷം കെട്ടി ആടുമ്പോൾ ഇനി അങ്ങനെ വേഷം കെട്ടി ആടാത്തവനൊക്കെ വർഗീയവാദിയാകാൻ പോവുകയാണ്, അവരൊക്കെ തീവ്രവാദിയാകാൻ പോവുകയാണ്. അതുകൊണ്ട് അതിന് ബ്രേക്ക് ഇട്ടേ പറ്റുള്ളൂ. ഈ കാഴ്ചപ്പാടിന് കൃത്യമായ നിലപാടുകൾ ഈ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. മതലയനമാണ് മതസൗഹാർദ്ദം എന്ന ഒരു തെറ്റായ കാഴ്ചപ്പാടിന് ഇന്ന് കാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചെണ്ട മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വഴിത്താരകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വലിയ കാലുഷ്യമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ? എല്ലാ മതങ്ങളും പരസ്പരം ലയിക്കലാണോ? എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആരാധനകളും ആഘോഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറലാണോ? അപ്പോഴാണോ സൗഹാർദ്ദം ഉണ്ടാകുക? അതിന് മതലയനം എന്നാണ് പേര്. അത് മതം ലയിപ്പിക്കുക എന്നാണ് പേര്. മതലയനമല്ല സൗഹാർദ്ദം. ഓരോരുത്തരും അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും സഹിഷ്ണുതയോടുകൂടി വീക്ഷിക്കാനുമുള്ള ഒരു വിശാല മനസ്സുണ്ടാവുക എന്നതാണ് യഥാർത്ഥത്തിൽ സൗഹാർദ്ദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് ഇന്ത്യൻ ബഹുസ്വരത, അതാണ് ഇന്ത്യൻ മതനിരപേക്ഷത, അതാണ് നമ്മുടെ ഭരണഘടന നമ്മോട് പറയുന്നത്. ഓരോ വ്യക്തിക്കും മതമുണ്ടാകാം, ഗവൺമെന്റിന് മതമുണ്ടാകാൻ പാടില്ല എന്നതാണ് നമ്മുടെ മതനിരപേക്ഷതയുടെ തത്വം. ഇന്ന് നേരെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തികൾക്കാർക്കും മതം പാടില്ല, അതൊക്കെ ഒറ്റൊന്നായാൽ മതി. എല്ലാവരും എല്ലാ മതവും അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക, അല്ലെങ്കിൽ എല്ലാ മതവും ഒഴിവാക്കുക. ഒന്നുകിൽ മതനിരാസം അല്ലെങ്കിൽ മതലയനം. അത് മതി വ്യക്തികൾക്ക്. യഥാർത്ഥത്തിൽ ഒരു മതത്തിൽ മാത്രം നിന്നാവും വർഗീയവാദിയായി, അവൻ തീവ്രവാദിയായി. ഈ രീതിയിലേക്കാണ് ആഖ്യാനം പോകുന്നത്. ഒന്നുകിൽ ആ രീതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ഒരു നിലക്കും മതം പാടില്ല എന്ന് പറഞ്ഞ സർക്കാരുകൾക്ക് മതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സർക്കാർ നിഷ്പക്ഷമാകണമെന്നാണ് നിയമം. പക്ഷേ സർക്കാരിന് പലപ്പോഴും മതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ മതത്തിന്റെ ആളുകളാണോ എന്ന് സംശയിക്കാവുന്ന രീതിയിൽ അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേക വിഭാഗത്തിന് പ്രിവിലേജ് കൊടുക്കുന്നു, മറ്റൊരു വിഭാഗത്തിന് മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് പാർലമെന്ററി ജനാധിപത്യത്തിൽ അവരെ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നു. അവരെ പൗരത്വം നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ സകല പ്രിവിലേജുകളും ഇല്ലാതെ ആക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ വഖഫ് സ്വത്തുകൾ അപഹരിക്കുന്നതിന് വേണ്ടി വഖഫ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഏക സിവിൽ കോഡിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സർക്കാരിന് മതം പാടില്ല എന്ന ഭരണഘടനയുടെ തത്വം അട്ടിമറിച്ച് സർക്കാരിന് മതമുണ്ടാവുകയും പൗരന്മാർക്ക് മതമനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്ന തലകീഴായി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ജനങ്ങളെ ഉത്ബുദ്ധരാക്കി ശരിയായ നിലപാടിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നത് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ഏറ്റവും വലിയൊരു ബാധ്യതയാണ്. എന്താ ഇസ്ലാം പറഞ്ഞത്? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ഏതൊരു സമൂഹത്തോടാണോ സദൃശരായത്, സ്വാഭാവികമായും നിങ്ങൾ അവരിൽപ്പെട്ടവരായി. പിന്നെ അവന് നെയ്യത്ത് ഇങ്ങനെ കുത്തിച്ചോഞ്ഞാൽ ആൾക്കാർ എല്ലാം ചെയ്യാം, എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അതിനൊരു വിഗ്രഹത്തിന് മുമ്പിൽ പോയി സുജൂദ് ചെയ്താലും ശരി, വേറെ എന്ത് കാര്യങ്ങൾ ചെയ്താലും ശരി, അവസാനം പറയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല എന്ന രീതിയിലേക്ക് പറഞ്ഞാൽ ഒക്കെ ആയിന്ന. അങ്ങനെയല്ല. വേഷവും ഭാഷയും രീതിയും രൂപവും മറ്റൊരു സമുദായത്തിനോട് സദൃശ്യമായാൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ടവരായി. ഇത്ര കർശനമായി പറഞ്ഞ ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗഹാർദ്ദം എന്ന് പറയുന്നത് അവരെ മതം വിട്ടുകൊണ്ടല്ല, മതത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരോട് സൗഹാർദ്ദം. ആ വേലിയാണ് ഇന്ന് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനുഷ്യ സൗഹാർദ്ദം മതി. ഇനി വരാൻ പോണത് എന്താന്ന് ചോദിച്ചാൽ, ഇനി പള്ളികളിൽ കുർബാനകളും പ്രതിഷ്ഠകളും വെക്കേണ്ട ഒരു സാഹചര്യം, എങ്കിലേ അവൻ മതസൗഹാർദ്ദമുള്ളവനാവുകയുള്ളൂ എന്ന് ആഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ലക്ഷണങ്ങൾ കാണുന്നത്. ഇനി അമ്പലങ്ങളിൽ വെച്ച് ജുമുഅ നടത്തിയാൽ മാത്രമേ അത് സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാവുകയുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ചർച്ചുകളിൽ വെച്ച് ഇഫ്താറും വിഷുക്കണിയും ഒരുക്കിയെങ്കിൽ മാത്രമേ
ക്രിസ്ത്യാനികൾക്ക് സൗഹാർദ്ദമുള്ളൂ ഉണ്ടാവുകയുള്ളൂ എന്ന് വ്യാഖ്യാനിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ മനസ്സിലാക്കുക, ഇത് വെവ്വേറെയായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിന് വെവ്വേറെ ആശയങ്ങളുള്ളത് കൊണ്ടാണ്. അമ്പലങ്ങളിൽ ബഹുദൈവാരാധനയാണ് അവിടെ നടക്കുന്നതും അവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ചർച്ചുകളിൽ ത്രിയേകത്വമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു. ആ അള്ളാഹുവിനുള്ള പള്ളികളിൽ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അള്ളാഹുവിനുള്ളതാകുന്നു പള്ളികൾ. അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടി, ആ തൗഹീദ് പഠിപ്പിക്കുന്നതിന് വേണ്ടി, അതിന്റെ ഖുതുബകൾ നടത്തുന്നതിന് വേണ്ടി ഉള്ള പരിശുദ്ധമായ മെമ്പറുകളിൽ നിന്ന് തന്നെ അതിന് വിരുദ്ധമായ സന്ദേശങ്ങൾ പറയാൻ വേണ്ടിയാണ് പള്ളിയെങ്കിൽ പിന്നെന്തിനാ പള്ളിയും അമ്പലവും ചർച്ചും വേറിട്ട് നിൽക്കേണ്ട കാര്യം? എന്തിനാ വേറെ പൂജാരിമാര്? എല്ലാം ഒറ്റ സ്ഥാപനം മതിയല്ലോ. എന്നാൽ വെറുതെ വേറെ രജിസ്ട്രേഷൻ? ഒരൊറ്റ സ്ഥാപനം ഉണ്ടാക്കുക. രാവിലെ പോയിട്ട് എന്ത് ചെയ്യുക? അവിടെ നിവേദ്യങ്ങളും പ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുക. ഉച്ചക്ക് പോയിട്ട് നിസ്കരിക്കുക. വൈകുന്നേരം പോയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളും ചെയ്യുക. ഒരൊറ്റ സ്ഥാപനം മതി, മൂന്നിനും ഒരു കമ്മിറ്റി. എന്തിനാ വെറുതെ അഭ്യാസം കാണിക്കണം? വെറുതെ ഒന്നെങ്കിലും ഇതൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ വ്യത്യാസത്തോടു കൂടി നിർത്തുക. അല്ലാന്നുണ്ടെങ്കിലോ ഇതൊന്നും വേണ്ടെന്ന് വെക്കുക. കാപട്യം കാണിക്കരുത് ഒരിക്കലും. ഇത് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കരുത്. അത്ര സൗഹാർദ്ദമുണ്ട് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത ഒന്നും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ് ഇവിടുത്തെ ബാധ്യത. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കിവിടെ മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്. അവിടെ ജാതി നോക്കണ്ട, മതം നോക്കണ്ട. നമ്മൾ നടന്നു പോവുക. നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് ഒരു ബൈക്ക് വന്ന് വീണു ഒരാൾ, അയാൾ തെറിച്ച് ഉരുണ്ടുപോയി. നമ്മളെ ബാധ്യത എന്താ? അയാളെ പോക്കറ്റ് പരിശോധിച്ച് അയാൾ ആധാർ കാർഡ് എടുത്ത് നോക്കി അയാളെ മതം ഏതാന്ന് നോക്കി കണ്ട് അയാളെ ആസ്പത്രിയിൽ കൊണ്ടുപോകേണ്ടത് അല്ല. അയാളെ വേഗം എടുത്തുകൊണ്ട് വേഗം തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അത് ഏത് മതമായാലും വളരെ ജാതി ആയാലും മനുഷ്യനാണ്. അവിടെ മതവും ജാതി നോക്കേണ്ട കാര്യമില്ല. മാനുഷികമായ വിഷയങ്ങൾ. ഒരു ക്യാൻസർ രോഗി, ഒരു കിഡ്നി പേഷ്യന്റ്, അവന്റെ മതം നോക്കേണ്ട കാര്യമില്ല. എൻ്റെ മകളുടെ കല്യാണത്തിന് എനിക്ക് കല്യാണം നടത്താൻ പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്, സഹായിക്കണം. അവിടെ മതം നോക്കേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ട്, മതം നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ ഈ കേരളത്തിൽ എത്ര കാലമായി ഒന്നിച്ച് ജീവിക്കുന്നു? അതാരെങ്കിലും പഠിപ്പിച്ചിട്ട് വേണോ? പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്തു പോയ മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ എത്രയെത്ര സ്റ്റോറികൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ പേടിയോടുകൂടി ഭീതിയോടുകൂടിയാണ് ഞാൻ വന്നത്. എൻ്റെ അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, നീ മലപ്പുറത്തേക്കാണ് പോകുന്നത് എന്ന്. ആ ഭയത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വണ്ടി വന്നിറങ്ങിയത്. പക്ഷേ 25 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ മലപ്പുറത്തുള്ള മനുഷ്യന്മാരുടെ അത്ര നല്ല മനസ്സുള്ള മനുഷ്യരെ ഞാൻ എൻ്റെ നാട്ടിൽ പോലും കണ്ടിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞ എത്ര ആളുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. എന്തിനധികം ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഇനി തിരിച്ചു പോകുന്നില്ല, ഞാനൊരു മലപ്പുറത്തുകാരനായി ഇവിടെ ജീവിക്കുകയാണെന്ന് പറഞ്ഞ് ഇവിടെ 10 സെന്റ് സ്ഥലം വാങ്ങി ഇവിടെ വീട് വെച്ച് താമസിക്കുന്ന ആയിരങ്ങളില്ല. ഇവിടെ അത്യസ്ത്ര സൗഹാർദ്ദത്തിലാണ് നമ്മുടെ നാട് കഴിഞ്ഞു പോകുന്നത്. എന്നാൽ അവിടെ വന്നുകൊണ്ട് ഇനി സൗഹാർദ്ദം ഉണ്ടാകണമെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മതവിശ്വാസത്തിൽ മാറ്റം ഒരേപോലെ പങ്കിട്ടാൽ മാത്രമേ സൗഹാർദ്ദം ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു ഭാഷ്യം, ഒരു നരേറ്റീവ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നല്ല മുസ്ലിം, ചീത്ത മുസ്ലിം എന്നൊരു ബൈനറി ഇന്ന് ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും റമദാൻ മാസം വന്നാൽ നോമ്പ് വെൽക്കുക, അതേപോലെ 5 വക്ത് നിസ്കരിക്കുക, അല്ലേ, സക്കാത്ത് കൊടുക്കുക, അങ്ങനെ നല്ല കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇസ്ലാമികമായ വേഷം ധരിക്കുക, പുരുഷനാണെങ്കിൽ താടി വെക്കുക, സ്ത്രീകളാണെങ്കിൽ നല്ല അയഞ്ഞ വസ്ത്രം എടുക്കുക. അവരൊക്കെയാണ് നല്ല മുസ്ലിങ്ങൾ എന്നല്ലേ വിചാരിക്കുക? അല്ല, ഇവരെ ഭാഷയിൽ നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ അതല്ല. ഈ ഇങ്ങനെ ചെയ്യണവരൊക്കെ ചീത്ത മുസ്ലിം. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? ഇങ്ങനെ ഒരു റമദാൻ ക്ലാസ്സിലൊക്കെ വരിക, അപ്പോൾ അവിടെ വരുമ്പോൾ നല്ല ഭക്തിയോടുകൂടി ഇരിക്കുക, പള്ളിക്ക് പോകുമ്പോൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക. അതേ ആളെന്നെ ആ പള്ളി തിരിഞ്ഞിട്ട് നേരെ സിനിമ തിയേറ്ററിലേക്ക് പോവുക, അവിടെ സിനിമ കാണുക, വേണമെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കാൻ വകുപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അഭിനയിക്കുക, അതിൽ സ്ത്രീയുമായി അരചുറ്റി പിടിച്ചുകൊണ്ടുള്ള കറങ്ങിങ്ങാണ്ട് അഭിനയിക്കണമെങ്കിൽ അങ്ങനെ അഭിനയിക്കാം, അതിനും ഒരു പ്രശ്നമില്ല. അപ്പൊ ചെന്നിടത്ത് ചെന്ന രൂപത്തിൽ ചെന്ന ആ സാഹചര്യത്തിനനുസരിച്ച് തൻ്റെ മതവും വേഷവും വാശിയൊക്കെ ഒഴിവാക്കി
അതിനനുസരിച്ച് നിന്ന് കൊടുക്കുക. ഏതുപോലെ? ഒരു പിന്നെ വെള്ളത്തെ പോലെ. വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് പാത്രത്തിൽ ഒഴിച്ചോ ആ പാത്രത്തിൻ്റെ ആകൃതി ആയിരിക്കും. കുപ്പിയിൽ ഒഴിച്ചാൽ കുപ്പിൻ്റെ ആകൃതി, പരന്ന പാത്രത്തിൽ ഒഴിച്ചാൽ അതിൻ്റെ ആകൃതി. അഥവാ അവനവൻ എവിടെ ചെന്നോ ആ ചെന്ന സാഹചര്യത്തിനനുസരിച്ച് മാറണം. അവനാണ് നല്ല മുസ്ലിം. അങ്ങനത്തെ ആളുകളെയാണ് സെലിബ്രേറ്റ് ചെയ്യുക. ഇതാണ് റിയൽ സ്റ്റോറി. ഇതാണ് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി. എന്താ റിയൽ സ്റ്റോറി? എല്ലാവരും എല്ലാതും ചെയ്യുക, ഒരു ബൊഫേ സിസ്റ്റം. അതാണ് ഇപ്പം റിയൽ സ്റ്റോറി അല്ലേ? ഒരു DJ പാർട്ടി ഉണ്ടെങ്കിൽ അവിടെ ആടി തിമിർക്കുന്നുണ്ടാവും, മദ്യം ഉപയോഗിക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. അതേ ആളെന്നെ വെള്ളിയാഴ്ച പള്ളിക്ക് വന്നിങ്ങാണ്ട് തുപ്പിക്കെട്ട് കണ്ട് വളരെ ഉഷാറായിട്ട് പ്രാർത്ഥിച്ചിരിക്കും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും സെലിബ്രേറ്റ് ചെയ്യും, രണ്ടും ഇൻസ്റ്റാഗ്രാമിലിടും. അപ്പോൾ ഇതിന് കാണുന്ന ആൾക്ക് എന്ത് മനസ്സിലാകണം? യഥാർത്ഥ മുസ്ലിംമാറിന് അങ്ങനെ ആകണം. എന്ത്? പള്ളിയിൽ വരുമ്പോൾ പള്ളിക്കനുസരിച്ച്, അമ്പലത്തിൽ ചെല്ലുമ്പോൾ അമ്പലത്തിനനുസരിച്ച്, വേറെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടേക്കനുസരിച്ച്. അതല്ലാതെ ഞാൻ ഏകദൈവ വിശ്വാസിയാണ്, ഞാൻ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് എല്ലാ സമയത്തും പറയാൻ പാടില്ല. ഞാൻ ഇസ്ലാമികമായ വേഷം എല്ലാ സമയത്തും ധരിക്കുള്ളൂ എന്ന് പറയാൻ പാടില്ല. ഞാൻ ഈ താടി ഒരിക്കലും ഒഴിവാക്കൂല എന്ന് പറയാൻ പാടില്ല. അതൊക്കെ പറഞ്ഞാൽ ഭീകരവാദിയായി, തീവ്രവാദിയായി, അനുഷ്ഠാന തീവ്രവാദിയായി, അക്ഷര പൂജകനായി, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് കൊണ്ടുവരിക. അവർ മോശപ്പെട്ട മുസ്ലിം. സൂഫി ഇസ്ലാം എന്നൊരു ഇസ്ലാം ആ നിലക്ക് ആഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെയുള്ള കുറെ പണ്ഡിതന്മാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് അവർക്ക് ഭയങ്കര ആദരവ്, ബഹുമാനം. എന്നാൽ അവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. അവർക്കെല്ലാ രാഷ്ട്രീയമായ അഭയം, ഭരണപരമായ എല്ലാ സൗകര്യങ്ങൾ. എന്നാൽ അതിനനുസരിച്ച് തൂക്കമൊപ്പിക്കാത്ത ആളുകളാണെങ്കിലോ അവർ മോശക്കാർ, അവരിവിടെ കുഴപ്പക്കാർ, അവർ തീവ്രവാദി. ഈ ബൈനറിയാണ് ഇന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് മുസ്ലിം സമുദായം തിരിച്ചറിയേണ്ടത്. ബദഅ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഉറബാ. ഈ ഹദീസ് എല്ലാവരും ഓർത്തു വെക്കണം. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഇസ്ലാം അപരിചിതമായിട്ടാണ് കടന്നു വന്നത്, അത് അപരിചിതാവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. ആ സമയത്ത് ഫതൂബാ ലിൽ ഉറബാ, ആരാണോ അപരിചിതർ അവർക്കാകുന്നു മംഗളമെന്ന്. അല്ലാതെ കൂടെ കൂടികൾക്കല്ല, എവിടെ ചെന്നോ അതിനനുസരിച്ച് വേഷം കെട്ടുന്നവർക്കല്ല. നാളെ നരകത്തിൽ പോകുന്ന ആളുകളോട് എന്തേ നിങ്ങൾ നരകത്തിൽ വരാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ഉണ്ട്, ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒഴുകുന്നവരോടൊപ്പം അങ്ങ് ഒഴുകി. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ബഹുദൈവ വിശ്വാസത്തിന്റെ എലമെന്റുകൾ ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ കൂടിക്കൊടുത്തു. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ DJ പാർട്ടി ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ കൂടിക്കൊടുത്തു. ഞാൻ ചെന്നപ്പോൾ അവിടെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ കൂടിക്കൊടുത്തു. അങ്ങനെ ചെന്നിടത്തൊക്കെ ഞാൻ കൂടിക്കൊടുത്തു, ഒഴുകുന്നവരോടൊപ്പം ഒഴുകി. അതുകൊണ്ടാണ് ഈ നരകത്തിൽ വന്നത്. അപ്പൊ ഒഴുകുന്നവരോടൊപ്പം ഒഴുകുന്നവനല്ല വിശ്വാസി, തിരിച്ച് നീന്താൻ കെൽപ്പുള്ളവനാണ്. തിരിച്ചു നീന്താൻ കെൽപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ റമദാൻ. ആ റമദാനിലാണ് നമ്മൾ ആ ഊർജം ശേഖരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലും ഞാൻ ഏകദൈവ വിശ്വാസിയാണ്, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഏതൊരു സാഹചര്യത്തിലും ഞാൻ മുസ്ലിമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ കഴിയുക എന്നതാണ്. അത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് പ്രഖ്യാപിക്കാൻ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അത് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നമ്മളോട് മറ്റുള്ള ഒരു മതവിഭാഗത്തിലുള്ള ബുദ്ധിയും ബോധവും സംസ്കാരവുമുള്ള ഒരാളും പടങ്ങൂല. അവർക്കൊക്കെ കാര്യം നല്ല ധാരണ ഉണ്ട്. സാധാരണക്കാർക്ക് ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. കുറച്ച് പുരോഹിതന്മാർക്കും കുറച്ച് മേലധികാരികൾക്കും സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും അമ്മാനമാടാനുള്ളതല്ല ഈ മതം എന്ന് പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്നതല്ല സൗഹാർദ്ദത്തിന്റെ അതിർവരമ്പുകൾ. അതിവിടുത്തെ കേരളക്കാർക്കറിയാം, മലയാളികൾക്കറിയാം, ഇന്ത്യക്കാർക്കറിയാം എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ ഈ ഇന്ത്യ രാജ്യം കടന്നു വന്നിട്ടുണ്ട്. ഇന്ത്യ വിഭജനം ഉണ്ടായിട്ടുണ്ട്, പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് മുസ്ലിമീങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്, കൂട്ടപലായനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കടല് കടന്നു വന്നവരാണ് മുസ്ലിമീങ്ങൾ, ഇന്ത്യൻ ജനത. ഈ തോട് കണ്ട് ഒരിക്കലും അവർ ഭയപ്പെടുകയില്ല. കേരളത്തിൽ 921 മലബാർ കലാപമുണ്ടായി. വാഗൺ ട്രാജഡി ഇന്നും ഒരു സ്മാരകമായി അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. നമ്മുടെ മുൻഗാമികൾ എന്തൊക്കെ വേദനകളും വിഷമങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നവരാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ. അന്നൊന്നും ഈ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുപോവുകയല്ല പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. മറിച്ച് അവരുടെ അസ്തിത്വത്തിലും വ്യക്തിത്വത്തിലും നിലപാടിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ ഈ സമൂഹത്തെ നയിച്ചിട്ടുള്ളത്.
ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അഞ്ചാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? ഇലക്ഷൻ വരാൻ പോവുകയാണ് നാട്ടിൽ. നമ്മുടെ കേരളം ഒരു ഇലക്ഷന്റെ ചൂടിലേക്ക് കടന്നു വരാൻ വേണ്ടി പോകും. അതിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തെക്കും വടക്കും യാത്രകൾ അതിശീഘ്രം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയത്തിലും വിശ്വാസികൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം, നിലപാടുകൾ ഉണ്ടാവണം. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു ധാരണയുള്ളത് അത് രാഷ്ട്രീയക്കാർക്ക് മാത്രം ബാധകമാണ്. നമ്മളൊക്കെ മതത്തിൻ്റെ ആളുകളല്ലേ, നമ്മളൊക്കെ മതസംഘടനയുടെ ആളുകളല്ലേ, നമ്മളെ പള്ളിയിലത്തെ ആൾക്കാരല്ലേ, നമ്മൾ മൗലവിയല്ലേ, നമുക്കൊന്നും അതിലൊരു റോളും ഇല്ല. ആ ധാരണ തിരുത്തണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രവുമായി ബന്ധപ്പെട്ടത് എന്നതാണ്. ഇവിടെയുള്ള നമ്മുടെ ജീവിതത്തിലെ രാവിലെ മുതൽ രാത്രി വരെയുള്ള, തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള സകല വിഷയങ്ങളിലും ഇടപെടുന്ന നയനിലപാടുകൾ രൂപപ്പെടുത്തുന്ന സംവിധാനത്തിന്റെ പേരാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിനുണ്ട് ആ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തിന്റെ പേരാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ആ തീരുമാനങ്ങൾ കൊണ്ടുവരുന്ന സ്ഥലത്തിന്റെ പേരാണ് നിയമസഭ എന്ന് പറയുന്നത്. ആ നിയമസഭകളിൽ ഈ നിയമനിർമ്മാണത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകൾക്ക് വിളിക്കുന്ന പേരാണ് എംപിമാരും MLA-മാരും എന്ന് പറയുന്നത്. ആ MLA-മാരും MP-മാർക്കും വോട്ട് ചെയ്യുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. നമ്മൾ ആരെ ജയിപ്പിക്കുന്നുവോ അതിനനുസരിച്ചാണ് അതിൻ്റെ ഉള്ളിലേക്ക് ആളുകൾ എത്തുക. അതിനനുസരിച്ചാണ് അവിടെ നിയമനിർമ്മാണങ്ങൾ നടക്കുക. നമ്മുടെ രാജ്യം എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുക. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് പോണ ആളുകൾ ആരായിരിക്കണമെന്ന ബോധ്യം ഇവിടേക്ക് ഓരോരുത്തർക്കും കൃത്യമായ വ്യക്തത വേണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ? അത് നമ്മുടെ ജീവിതത്തിന്റെ സ്വൈര ജീവിതത്തെ ഇത് ബാധിക്കും, നമ്മുടെ വികസനത്തെ ബാധിക്കും, നമ്മുടെ സമാധാന ജീവിതത്തെ ബാധിക്കും, അതിലപ്പുറം നമ്മുടെ സംസ്കാരത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സിദ്ധാന്തം, നമ്മുടെ രാജ്യത്തിന് സർക്കാരിന് മതം പാടില്ല, പൗരന്മാർക്ക് മതമാകാം എന്നതാണ് നമ്മുടെ തത്വം. പക്ഷെ അതൊക്കെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇന്ന് മതപരിവർത്തന നിരോധന നിയമം 12 സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതേ രാജ്യത്ത് തന്നെ മതസ്വാതന്ത്ര്യത്തിന് അവകാശവുമുണ്ട്, മതപ്രബോധനത്തിന് അവകാശമുണ്ട്. മതം വിശ്വസിക്കാൻ മാത്രമല്ല, ആചരിക്കാൻ മാത്രമല്ല, അത് പ്രബോധനം ചെയ്യുവാൻ അവകാശം ഭരണഘടനയിൽ നൽകുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ മതം പ്രചരിപ്പിക്കുക, പ്രഘോഷിപ്പിക്കുക ഒക്കെ ചെയ്യാം. അത് കേട്ടുങ്ങാണ്ട് ഒരാളെ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തേക്ക് മാറിയ കുറ്റായി. അപ്പൊ ആ നിയമങ്ങൾ തമ്മിൽ വ്യത്യാസമല്ലേ? ഇതെന്തിനായി ഇത് നിയമം ഉണ്ടാക്കുന്നത്? മതപ്രബോധനം തന്നെ തെറ്റാണെന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആദ്യം അതിന്റെ വാതിലടക്കുന്നത്. ഇപ്പൊ ഇതിന്റെ പബ്ലിസിറ്റി കംപ്ലീറ്റ് നാട്ടിൽ കൂടി കൊടുത്തു. റമദാൻ വിജ്ഞാനവേദിന്റെ പബ്ലിസിറ്റി കംപ്ലീറ്റ് കൊടുത്തു. എന്നിട്ട് രാവിലെ എല്ലാവരും വന്ന് നോക്കുമ്പോൾ വാതിലൊക്കെ അടച്ചാണ്. പിന്നെന്തിനാ പബ്ലിസിറ്റി കൊടുത്ത്? അതുപോലെ ഇവിടെ ഏതൊരാൾക്കും അവനവന്റെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. അത് കേട്ടുകാണ്ട് ഒരാൾക്ക് മാറാൻ പാടില്ല, മാറിയ കുറ്റായി. ഈ നിയമം എവിടുന്ന് പാസ്സാക്കിയതാ? നിയമസഭകളിൽ പാസ്സായതാണ് അല്ലേ? ഈ പറഞ്ഞ MLA-മാർ ഇരിക്കുന്നിടത്ത് പാസ്സാകുന്നതാണ്. അപ്പൊ ആ MLA-മാർ ആ രീതിയിൽ ചിന്തിക്കുന്ന MLA-മാരായതുകൊണ്ടാണത്. ഏത് വിഷയം അങ്ങനെ അല്ലാത്തത്? പൗരത്വ ഭേദഗതി നിയമം, മുസ്ലിമീങ്ങൾക്ക് മാത്രം പൗരത്വം കൊടുക്കാൻ പാടില്ല. ആ നിയമം ചുട്ടെടുത്തത് എവിടെയാണ്? പാർലമെന്റിലാണ്. MP-മാർ ഇരിക്കുന്നിടത്ത് ചുട്ടെടുക്കപ്പെട്ട നിയമമാണ്. വഖഫ് നിയമം എവിടെ പാസ്സാക്കപ്പെട്ടതാ? പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ടതാണ്. ആ വഖഫ് നിയമം ബാധിക്കുന്നത് ആരെയാ? നമ്മുടെ മുൻഗാമികൾ പള്ളിക്കും മദ്രസിനും മറ്റുമായി വഖഫ് ചെയ്ത സ്വത്തിനെയാണ് ഇത് ബാധിക്കുന്നത്. ഇത് മതത്തെ ബാധിക്കുന്നില്ല എന്നാണോ പറയുന്നത്? ഒരു പള്ളി ഉണ്ടാക്കണമെങ്കിൽ പെർമിഷൻ വേണം. ആ പെർമിഷൻ അനുവദിക്കേണ്ടത് ആരാ? പണ്ട് കലക്ടറായിരുന്നു. ആ കലക്ടർ അനുവദിക്കുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയമായ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ അത് പഞ്ചായത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടത്. അതാരാ ആ നിയമം ഉണ്ടാക്കുന്നത്? ആരാണ് ആ ചർച്ച കൊണ്ടുവരുന്നത്? പഞ്ചായത്തിൽ നമ്മൾ ജയിപ്പിക്കുന്ന മെമ്പർമാരാണ്. അപ്പൊ അതാരാകണമെന്ന് നമുക്ക് ധാരണ വേണ്ടേ? ഇതൊന്നും നമ്മളെ വിഷയമല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇനിയുള്ള കാലത്ത് ഇതൊക്കെ വളരെ ഗൗരവപ്പെട്ട വിഷയം തന്നെയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അരാഷ്ട്രീയവാദത്തിനും അവിശുദ്ധ രാഷ്ട്രീയത്തിനും എതിരാണ് നമ്മൾ. നമുക്ക് അരാഷ്ട്രീയവാദമില്ല, രാഷ്ട്രീയമുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയ അഴുക്കുചാലുകളിൽ നീന്താൻ പാടില്ല. നമ്മുടെ വ്യക്തിത്വം കളഞ്ഞു കുളിച്ചുകൊണ്ട് അഴിമതിക്കും സ്വജന പക്ഷപാതിത്വത്തിനും അതുപോലെയുള്ള രാഷ്ട്രീയ അഭ്യാസങ്ങൾക്കും ഒരിക്കലും ഒരു വിശ്വാസി നിന്നു കൊടുക്കാൻ പാടില്ല.
ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ എടുക്കേണ്ട നയം എന്ന് പറയുന്നത്. രാഷ്ട്രീയ നിലപാട് പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. രാഷ്ട്രീയത്തിൽ ഇടപെടാം, മത്സരിക്കാം, കുഞ്ചിക സ്ഥാനങ്ങളിലെത്താം എന്ന് പറയുക മാത്രമല്ല അത് എത്തിക്കുക കൂടി ചെയ്ത ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിന് ആത്മീയമായ ഒരു തലം ഒരുക്കി കൊടുക്കുകയായിരുന്നു KM മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ. അതിന് രാഷ്ട്രീയമായ ദിശാബോധം കൊടുക്കുകയായിരുന്നു KM സീതി സാഹിബിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ. ആ KM സീതി സാഹിബ് സ്പീക്കറായിട്ടുണ്ട്. CH മുഹമ്മദ് കോയ സാഹിബ് മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, ഇല്ലേ? ഞാൻ പറയുന്നത് എന്തുകൊണ്ട് കേരളമായി UP ആകാതെ പോയി? UPയിൽ മുസ്ലിങ്ങളുടെ കുറവ് കൊണ്ടല്ല. അവിടെ ഒരു KM മൗലവി ഉണ്ടായില്ല, അവിടെ ഒരു KM സീതി സാഹിബ് ഉണ്ടായില്ല, അവിടെ രാഷ്ട്രീയ സംഘാടനം ഉണ്ടായില്ല, അവിടെ സാമുദായിക സംഘാടനം ഉണ്ടായില്ല, അവിടെ മുസ്ലിമീങ്ങൾക്ക് രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടായില്ല. നിങ്ങൾ പന്തായാൽ മതി, ടീമാകരുത് എന്നാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനുള്ള ഒരു പന്തായാൽ മതി മുസ്ലിം സമുദായം. നിങ്ങൾ സ്വന്തം സംഘടിക്കാൻ പാടില്ല, നിങ്ങൾ സ്വന്തം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ സാമുദായികമായി സംഘടിക്കാൻ പാടില്ല. കാരണം അങ്ങനെ സംഘടിച്ചാൽ പ്രശ്നമാണ്, അപ്പം നിങ്ങൾ തീവ്രവാദികളായി മാറും. ഇതാണ് പുതിയ ആഖ്യാനം. ശരിയല്ല അത്. ഇവിടെ എല്ലാ സമുദായത്തിനും സംഘടിക്കാം, ജനാധിപത്യ രീതിയിൽ സംഘടിക്കാം. എല്ലാവരും സംഘടിക്കുകയും ആവശ്യങ്ങൾ ചോദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുസ്ലിം സമുദായത്തിനും അവകാശം. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, രാഷ്ട്രീയം നമ്മൾ അന്നും മത്സരിക്കാന്ന് പറഞ്ഞവരാണ്, ഇടപെടാന്ന് പറഞ്ഞവരാണ്, ഇന്നും അത് തന്നെ പറയുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ പോളിസികൾ മാറാം, നയങ്ങൾ മാറാം. അത് സന്ദർഭത്തിനും സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ചില ആളുകൾക്ക് പണ്ട് ഇതൊക്കെ ഹറാമായിരുന്നു, പാടില്ലെന്ന് പറഞ്ഞവരായിരുന്നു. അവർക്ക് ഒരുപക്ഷെ ആദർശത്തിൽ മാറ്റം വരുത്തേണ്ടി വരും. നമുക്ക് അങ്ങനത്തെ ഒരു വിഷയമേ ഈ വിഷയത്തിൽ. വളരെ സസ്റ്റൈനബിളായ, സന്തുലിതമായ ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിക്ക്, രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും അവൻ്റെ പാർട്ടി താല്പര്യങ്ങളല്ല ഒന്നാമതായി ഉണ്ടാവുക. തൻ്റെ മതവിശ്വാസത്തിന് പോറലേൽപ്പിക്കുന്ന ഒരു നിലപാടും അവൻ സ്വീകരിക്കുകയില്ല. താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി താൻ ഉൾക്കൊള്ളുന്ന മതത്തിന് എതിരായി, സംസ്കാരത്തിന് എതിരായി എങ്ങാനും പ്രവർത്തിച്ചാൽ അവിടെ പാർട്ടി താല്പര്യത്തിനല്ല ഒരു വിശ്വാസി താല്പര്യം കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത് തൻ്റെ വിശ്വാസ സംരക്ഷണത്തിനായി. എൻ്റെ നേതാവ് പറഞ്ഞു, എൻ്റെ നേതാവ് പ്രസംഗിച്ചു, എൻ്റെ നേതാവ് കൊണ്ടുവന്ന നയമാണ്, അത് ഇസ്ലാമിനെതിരാണെങ്കിൽ മുസ്ലിം എന്ന നിലയ്ക്ക് ഞാനത് അംഗീകരിക്കില്ല എന്ന് പറയാൻ ത്രാണി ഉണ്ടാകണം. അപ്പോഴാണ് ഞാൻ ശരിയായ മുസ്ലിം ആവുക. അത് പറയാനും പ്രകടിപ്പിക്കാനും ഇന്ത്യ രാജ്യത്തിന് അവകാശമുണ്ട്. അപ്പോഴേക്കും നമ്മൾ തീവ്രവാദിയാവില്ല. ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടവർ. അപ്പൊ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനത്തിനോടൊപ്പം നിൽക്കുക, നമുക്ക് സമാധാനമുള്ളൊരു നാടുണ്ടാകുക, വർഗീയതക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുക, അതോടൊപ്പം നമ്മുടെ മതവിശ്വാസത്തിന് പോറലേൽക്കാത്ത നിയമങ്ങൾ ഇവിടെ ഉണ്ടാവുകയും വേണം. ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകേണ്ടത്. ഇതിനെ എങ്ങാനും വേദനിപ്പിച്ചാൽ, അത് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും, ഈ ഒരു മതപ്രബോധനത്തെയും അതിൻ്റെ മതവിശ്വാസികളെയും അവരെ തീവ്രവാദികളാക്കാനും അവരെ കുഴപ്പക്കാരാക്കാനും ആര് പരിശ്രമിച്ചാലും അത് തിരിച്ചറിയാനുള്ള വിവേകം വിശ്വാസികൾക്ക് ഉണ്ടാവുകയും വേണം. അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ഈ ഒരു രൂപത്തിലായിരിക്കണം നിലപാടുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് നമ്മളെല്ലാവരും ഈ രംഗത്ത് ഓർത്തു വെക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്താണ് 3 കാര്യങ്ങൾ അള്ളാഹു ഓഫർ ചെയ്യാണ്? നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം നൽകിയിരിക്കുന്നു. എന്താ 3 കാര്യം? ഒന്ന്, നിങ്ങൾക്ക് സ്വാധീനം, ഭൂമിയിൽ സ്വാധീനം നൽകാം. രണ്ടാമത് പറഞ്ഞത് എന്താ? വലയുമക്കിനന്ന ലഹും ദീനഹും ഉല്ലദി ഇർതളാ, നിങ്ങൾ വിശ്വസിച്ച ആ മതത്തിന്, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട മതത്തിന് നിങ്ങൾക്ക് നിലനിൽപ്പ് നൽകാം. മറ്റൊന്ന് പറഞ്ഞത് വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, ഇപ്പൊ നിങ്ങൾ ഒരു പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, ഭയപ്പാടിലാണ്, ആ ഭയം മാറ്റി നിങ്ങൾക്ക് നിർഭയത്വം തരാം. ഇതല്ലേ ഇപ്പൊ നമുക്ക് വേണ്ടുള്ളൂ. 3 തരാന്ന അള്ളാഹു വാഗ്ദാനം ചെയ്യും. ഒന്ന്, നമുക്ക് സ്വാധീനം നൽകാം. രണ്ടാമത്തത്, നമ്മുടെ ദീനിന് നിലനിൽപ്പ് നൽകാം. മൂന്നാമത്തത്, ഇപ്പോഴുള്ള ഭയം മാറ്റി നിങ്ങൾക്ക് സമാധാനവും തരാം. പക്ഷെ എന്ത് വേണം? നിങ്ങൾ അതിനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ എന്താ? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, അതിൽ മറ്റൊരാളെയും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല.
അപ്പൊ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള തൗഹീദ് ഉയർത്തിപ്പിടിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്കൊരു നിർഭയത്വം വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും ഒരു സൊസൈറ്റി എന്ന നിലക്കും അള്ളാഹ് തരും എന്നാണ് പറയുന്നത്. അത് തന്നിട്ടുമുണ്ട്. അതാണ് ഇന്നും കേരളത്തിന്റെ പ്രത്യേകത. യു പിയിൽ ഇല്ലാത്തൊരു നിർഭയത്വം ഇന്നും കേരളത്തിന് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഇവിടെ തൗഹീദിന്റെ ഒരു ഭൂമി ഇവിടെ ഉണ്ടായി എന്നതുകൊണ്ടാണ്. ഇവിടെ ആ നിലക്ക് പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നത്, ദഅവത്ത് നടന്നു എന്നതാണ്. ആ ദഅവത്ത് നിലക്കാൻ പാടില്ല. അപ്പോഴേ അള്ളാഹിന്റെ സഹായം നമുക്ക് കിട്ടുള്ളൂ. എണ്ണക്കുറവൊരു വിഷയമേ അല്ല. ന്യൂനപക്ഷമല്ല പ്രശ്നം, ന്യൂനതയുള്ള പക്ഷമാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ന്യൂനപക്ഷമല്ല ഇസ്ലാമിലെ പ്രശ്നം, ന്യൂനതയുള്ള പക്ഷമാണ്. എത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങൾ അതിജീവിച്ചിട്ടുള്ളത്. ബദറിൽ 300 ചില്ലാൻ ആൾക്കാർ മാത്രമാണ് മുസ്ലിങ്ങൾ ഉണ്ടായത്. അവിടെ വിജയിച്ചു. ഉഹദിൽ 1000ന്റെ മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ പരാജയപ്പെടുക ചെയ്തു. എന്തേ? ചെറിയ ചില അനുസരണക്കേടുകൾ അവിടെ വന്നു. അപ്പം വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഭയപ്പെടേണ്ടതില്ല, ഒരു പേടിയും വേണ്ട. എല്ലാ കുതന്ത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിവുള്ളവനാണ് പടച്ചത്. ആ അള്ളാന്റെ കാവലുണ്ടെങ്കിൽ ഒരാൾക്കും നമ്മളൊന്നും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? യഥാർത്ഥ വിശ്വാസത്തോടുകൂടി, ഈമാനോടുകൂടി, തവക്കുലോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. പടച്ചതമ്പുരാന്റെ സഹായം ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടാകും. സന്തുലിതമായ ഒരു ജീവിതക്രമം നമ്മൾ പാലിക്കുക. ധൂർത്തും ആർഭാടവും ഒഴിവാക്കി ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഈ റമളാൻ മാസത്തിൽ നമുക്ക് ദാനം ചെയ്യാൻ അനവധി അവസരമുണ്ട്. 2 കാര്യം ഞാൻ പ്രത്യേകം പറയാം. ഒന്ന്, ഈ കേരളത്തിൽ മൊത്തം നടക്കുന്ന ദഅവ പ്രവർത്തനം, സുഹൃത്തുക്കൾ, അതിന് നിങ്ങളുടെ ഒരു വിഹിതം നിങ്ങൾ കൊടുക്കണം. അതാണ് നമ്മുടെ ദഅവ ഫണ്ട് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, അതിന് കൊടുത്താൽ അത്ര വലിയ പൈസ കൂലി കിട്ടൂല, പള്ളിക്ക് കൊടുത്താലേ കിട്ടൂ. ഒരു പള്ളി ഉണ്ടാകുന്നത് എങ്ങനെ? പള്ളി ഉണ്ടാകുന്ന അവിടെ 4 ആൾ ഉണ്ടായതുകൊണ്ടല്ലേ? അപ്പോഴല്ലേ സ്ഥലം വാങ്ങിയത്? ആ 4 ആൾ ഉണ്ടായത് എങ്ങനെ? ഇങ്ങനെ പ്രസംഗം കേട്ടിട്ടാണ്, അല്ലെങ്കിൽ ഹുത്തുബ കേട്ടിട്ടാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചിട്ടാണ്. ആ ഹുത്തുബയും പ്രസംഗം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അവിടെ ആൾക്കാർ പ്രവർത്തിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രബോധനം നടന്നെങ്കിലേ മനുഷ്യന്മാരുണ്ടാവുള്ളൂ. മനുഷ്യന്മാരുണ്ടാകുമ്പോഴേ സ്ഥലം വാങ്ങുള്ളൂ. സ്ഥലം വാങ്ങുമ്പോഴേ പള്ളി ഉണ്ടാവുള്ളൂ. അപ്പോഴേ നിസ്കാരം നടക്കും. ഈ പള്ളി മദർസും ഇതൊക്കെ നടത്തുന്നതിൻ്റെ പുണ്യം കിട്ടും എന്ത്? ദഅവത്ത് നടത്തിയത്. അപ്പോൾ ആ ദഅവത്തിനെ സഹായിച്ച എത്രയും പുണ്യം നിങ്ങൾ ആലോചിച്ചു. ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്രയാണ്? ഇതൊക്കെ ഒരു കൊല്ലത്തിൽ മുഴുവൻ നടത്തേണ്ട പൈസയാണ് സുഹൃത്തുക്കളെ. റമദാനിൽ നമ്മൾ പിരിച്ചു. അവിടെ എല്ലാവരും എന്ത് ചെയ്യണം? അത് ചോദിച്ചു വരാൻ കാത്തുകണ്ട. എൻ്റെ ലിങ്കിൽ പോയി നിങ്ങൾക്ക് നേരിട്ട് അയക്കാൻ, നിങ്ങൾ ശാഖയിലൊക്കെ എൻ്റെ സെക്രട്ടറിമാരുണ്ട്, അവർക്ക് കൊടുക്കണം നമ്മൾ. അതുപോലെ ജാമിയ അൽ ഹിന്ദ് 71 മക്കളാണ് അവിടുന്ന് പണ്ഡിതന്മാരായിട്ട് പുറത്തിറങ്ങുന്നത്. 3ാമത്തതാണിത്. ഇതിനു മുമ്പും ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ ഇവിടെ എത്ര നന്മകൾ ഉണ്ടാക്കും. അവരുണ്ടാക്കുന്ന എല്ലാ ഹൈറാത്തിൻ്റെയും ഒരു പുണ്യം നമുക്ക് കിട്ടൂലേ ആ സ്ഥാപനത്തെ സഹായിച്ചാൽ? ഈ 2 കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.